ചെയ്യുക. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. ആദ്യമേ തന്നെ ഈ ഒരു പരിപാടി ഇങ്ങനെ ക്രമീകരിച്ചതിലുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സഭയിൽ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ, പ്രത്യേകിച്ച് പ്രസംഗകലയിൽ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അവർ തന്നെത്താൻ ഒക്കെ ഉയർന്നു വരുന്നതല്ലാതെ അതിൽ പ്രത്യേകമായ ഒരു പഠന കളരിയോ അതിനുവേണ്ടിയിരിക്കുന്ന മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നല്ല കഴിവും താലന്തുമുള്ള നമ്മുടെ വളരുന്ന തലമുറ പ്രസംഗരംഗത്ത് വളരെ അധികം ശോഭിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. സൺഡേ സ്കൂളിൻ്റെ പ്രസംഗ മത്സരത്തിൽ തന്നെ വളരെ അധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ജെയ്പക് വില്യംസിൻ്റെ മകൻ ഇന്ന് വിദേശത്താണ്, ജനീവയിലാണ്. സൺഡേ സ്കൂളിൽ വലിയ പ്രതിഭയായി അവിടെ പ്രസംഗത്തിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ആളാണ്. അതുപോലെ മറ്റ് പലരും പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും അത്തരത്തിലുള്ളൊരു സമൂഹമാണെന്ന് എനിക്കറിയാം. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ പറഞ്ഞതിൽ, അന്ന് ഞാൻ ഉയർന്നു വരുന്ന സമയത്ത് വൈദികരെക്കാൾ കൂടുതൽ അന്ന് അൽമായക്കാരായിരുന്നു സഭയിലെ പ്രമുഖരായ പ്രസംഗകർ. വൈദികരെന്ന് വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അൽമായക്കാർ വി ജി ചാക്കോ മാസ്റ്റർ, അതുപോലെ തന്നെ CI നൈനാൻ സാറ്, അദ്ദേഹം വലിയൊരു വാഗ്മിയായിരുന്നു, ഹൈസ്കൂൾ മാസ്റ്ററായിരുന്നു. അതുപോലെ CM ജോൺ സാറ് കോളേജിലെയും പ്രൊഫസറായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞാൻ അവരുടെയൊക്കെ പ്രസംഗം മാക്കാമത് കൺവെൻഷൻ കേട്ടിട്ടുണ്ട്. അന്ന് വൈദികർ വളരെ ചുരുക്കമേ ഈ രംഗത്ത് കൺവെൻഷൻ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കാലത്ത് അൽമായരുടെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അത് ഇനി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പലരും മുമ്പോട്ട് വരും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ വനിതകളുടെ സംഭാവനയും അവരുടെ കഴിവും വളരെ അധികമായിട്ടുമുണ്ട്. പുതിയ നിങ്ങൾ വായിച്ചിരിക്കാൻ വേണ്ടി ഒരു പുസ്തകം ശുപാർശ ചെയ്യുന്നു. തിരുവചന വനിതകൾ എന്നുള്ള പേരിൽ ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വനിതകൾ ഏതെല്ലാം രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വനിതകളെ പറ്റിയുള്ളൊരു നല്ല പഠനം ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് CSSൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. അതിൽ വേഗത്തിൽ പ്രതികൾ തെറ്റിയ പല പതിപ്പുകൾ അതിലുണ്ടാവുകയും ചെയ്തു. തിരുവചന വനിതകൾ. പോകട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രസംഗത്തിൻ്റെ സ്വാധീനം, പ്രസംഗത്തിൻ്റെ ശക്തി എത്രമാത്രം എന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. വികാരം ഉൾക്കൊള്ളുവാൻ, ശ്രോതാക്കളെ ഏത് വിധത്തിൽ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള വൻപിച്ച സ്വാധീനമാണ്, കഴിവാണ് പ്രസംഗത്തിനുള്ളത്. മസാദ എന്ന് പറയുന്ന ഒന്നുണ്ട്. പലസ്തീൻ യെരുശലേമിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുള്ളവെങ്കിൽ അധികം പേരും അവിടെ കൊണ്ടുപോകാറില്ല. ഒരു വലിയ പാറയുടെ മുകളിലാണ്, പാറയാണ്, കൊട്ടകമത്തിൽ പോലെ ഇരിക്കും. അവിടെ റോമാക്കാർ ആക്രമിച്ചപ്പോൾ യഹൂദന്മാർ അതിൻ്റെ മുകളിലായി. അവരവരുടെ റോമാക്കാരുടെ കയ്യിലായി പോകും എന്ന് വന്നപ്പോൾ അവരെ തന്നെത്താൻ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചു. പക്ഷെ ഒരാളുടെ പ്രസംഗമാണ് അവരെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. ഈ വിജാതീയ കശ്മലന്മാരുടെ കരങ്ങളിൽ നമ്മൾ വീഴാതെ നമുക്ക് തന്നെ നമ്മുടെ ദൈവത്തിനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വികാരനിർഭരമായ പ്രസംഗം ചെയ്തപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഫലമായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ 100ഓളം ആളുകൾ അതിന് മുകളിൽ കുടുങ്ങിയവര് അന്ന് സന്നദ്ധരായ കാര്യം ചരിത്രത്തിൽ ഉള്ള ഒന്നാണ്. ഞാൻ പറഞ്ഞത്, പ്രസംഗം കൊണ്ട് ആളുകൾക്ക് ഏത് വിധത്തിൽ അവരെ ആഹ്ലാദഭരിതരാക്കാം, അതുപോലെ തന്നെ കണ്ണുനീർ വീഴ്ത്തുവാൻ ഇടയാകും, മാനസാന്തരത്തിലേക്ക് നയിക്കാം. ഇങ്ങനെ പ്രസംഗത്തിൻ്റെ സ്വാധീനം അത്ഭുതമാണ്. അതാണ് എനിക്ക് ആദ്യമേ പറയുവാനായിട്ടുള്ളത്. മറ്റേത് മാധ്യമത്തെക്കാൾ പ്രസംഗത്തിൽ ഈ ജനങ്ങളെ, സമൂഹത്തെ, വ്യക്തികളെ ഏത് വിധത്തിൽ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം നന്മയിലേക്കും തിന്മയിലേക്കും അതുപോലെ തന്നെ വികാരത്തിലേക്ക് ഒക്കെയും അവരെ ഉണർത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള അത്ഭുത സാധ്യതകൾ പ്രസംഗത്തിനുണ്ട് എന്നുള്ളത് നാം അറിയുക. അതാണ് ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പ്രസംഗത്തിൻ്റെ സാധ്യതകൾ അത്ഭുതകരമാണ്. ഈ വിഷയമാണ്, പോയിന്റാണ് ആദ്യത്തേത്.
രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്, അക്കമിട്ട് പലപ്പോഴും പറയാറുള്ളത്, രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്, പ്രസംഗത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയ ആളായിരുന്നു നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? മർക്കോസ് 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ്. പ്രസംഗമായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുഖ്യമായ ആ ഘടകം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അത്ഭുത പ്രവൃത്തികളും ഉണ്ട്. പ്രീച്ചിങ്, ഹീലിംഗ് ആൻഡ് ടീച്ചിങ്, ഇത് മൂന്നായി കർത്താവിൻ്റെ ശുശ്രൂഷയെ നമുക്ക് സമാഹരിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് പ്രീച്ചിങ് ആണ്. രണ്ടാമത്തത് ടീച്ചിങ് ആണ്. അതെന്ന് പറയുന്നത് പഠിപ്പിക്കുക. ആദ്യത ജനങ്ങളെ മുഴുവനായി നടത്തുന്ന പ്രസംഗം അതെവിടൊക്കെ മലയിൽ കയറിയുകൊണ്ട് തടാകത്തിന് തീരത്ത് മറ്റുമൊക്കെ ആയിട്ടുള്ള വിധാനം വളരെ വിപുലമായ ഒരു സമൂഹത്തോട്. പിന്നീട് വ്യക്തികൾ അവരെ ഒരു ചെറിയ കൂട്ടത്തിൽ വരുമ്പോൾ അവരെ പഠിപ്പിക്കുക, ആ പറഞ്ഞതിനെ പറ്റി മറ്റുമായിട്ട് വിശദമായി. അപ്പോൾ ടീച്ചിങ്, പ്രീച്ചിങ്, മൂന്നാമത്തത് ഹീലിംഗ്, സൗഖ്യദാനം വരുന്നുള്ളൂ. അപ്പോൾ പ്രമുഖമായിരുന്നത് എന്ത്? പ്രസംഗമാണ്. അത് എവിടെയും കർത്താവ് സിനഗോഗിൽ ചെന്നാലും അവിടെ പ്രസംഗം തുടങ്ങി പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് പ്രസംഗം കൊണ്ടായിരുന്നു പറഞ്ഞു. സിനഗോഗിൽ ചെന്നപ്പോഴും അവിടുന്ന് ആദ്യം പ്രസംഗിച്ചുകൊണ്ടാണ് സിനഗോഗിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലൂക്കോസ് 4-ാം അധ്യായം 18 മുതൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിടുതൽ പ്രസംഗിക്കുവാൻ, ബന്ധനസ്ഥർക്ക് വിടുതൽ ഒക്കെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രസംഗമായിട്ടാണ് അവിടുന്ന് പ്രത്യക്ഷനായിട്ട് പ്രവർത്തിച്ചത്. 2, അവിടുന്ന് ശിഷ്യന്മാരെ അയക്കുന്നു ലോകത്തിലേക്ക്. അയക്കുമ്പോഴും അവർക്ക് കൊടുക്കുന്ന ദൗത്യം എന്താ? ദൈവരാജ്യം പ്രസംഗിക്കുവാനാണ് അവരോട് പറയുന്നത്. ആ പ്രസംഗത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ ലോകമൊക്കെ പോയി ദൈവരാജ്യം പ്രസംഗിക്കണം. പ്രസംഗത്തിൽ കൂടി ദൈവത്തിലേക്ക് ജനങ്ങളെ വരുത്തുവാൻ, ദൈവരാജ്യത്തിൻ്റെ ആ അംഗത്വം അംഗീകരിക്കുവാൻ, അവരെ ഉത്ബുദ്ധരാക്കുവാൻ ഒക്കെ ഉള്ള. അതുകൊണ്ട് പ്രസംഗമാണ് എവിടെയും ഉണ്ടായിരുന്നത്. ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ ആ മിനിസ്ട്രി നാം ഒന്ന് നോക്കാമെങ്കിൽ, ശുശ്രൂഷ നാം നോക്കുന്നു എങ്കിൽ അവിടെയും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? പ്രസംഗമാണ്. ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ആ കഷ്ടം എന്താ പറയുക? ഓ അൺടു മീ ഇഫ് ഐ നോട്ട് പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ. പ്രസംഗത്തിന് എപ്പോഴും പൗലോസ് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ട വസ്തുതയാണ്. അത് എവിടെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്? വിദ്വജ്ജനങ്ങൾ ഉള്ളതായ ആഥൻസിൽ അവർക്ക് അനുകൂലമായി പ്രസംഗിക്കും. നമുക്കതിലേക്ക് എടുക്കാൻ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് പ്രസംഗത്തിൻ്റെ അവതരണമായിരിക്കണം എന്നുള്ളത് പൗലോസിൻ്റെ ഉദാഹരണമായി നമുക്ക് എടുത്തുകൊണ്ട് നമുക്കത് കൈകാര്യം ചെയ്യാം. പിന്നെ യഹൂദ സമൂഹത്തിൽ അവർക്ക് അനുയോജ്യമായ വിധത്തിൽ വേണ്ട, ഇനിയും ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കുക ജയിലിൽ, കാരാഗ്രഹത്തിൽ കയ്യറ്റ് അങ്ങനെയുണ്ട്. അപ്പോഴും പ്രസംഗിക്കും അവിടെ നിൽക്കുന്നവരോട്. അവിടെ എപ്പോഴും ഈ വചനത്തിൻ്റെ ശക്തിയും സ്വാധീനവും അതിൻ്റെ സാധ്യതയും എത്രമാത്രം ഉണ്ട് എന്ന് അറിഞ്ഞിരുന്ന ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് വളരെ തിടുക്കമുണ്ടായിരുന്നു. നമ്മൾ 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 20:7 നിങ്ങൾ എടുത്തെന്ന് വായിക്കണം. അവിടെ നാം കാണുന്നത് ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഏത് ദിവസമാണ്? ഞായറാഴ്ച വന്നു. അപ്പോൾ ഞായറാഴ്ച വന്നപ്പോൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? കാര്യം എന്താ? പ്രസംഗമാണ്. അപ്പോസ്തലൻ അത് ഇച്ചിരി കടന്നുപോയി. എന്താണെന്നറിയാമോ? പാതിരാവരെ പ്രസംഗം നീട്ടി. അത് വേണ്ട. ഒരു അപ്പോസ്തലൻ പാതിരാവരെ പ്രസംഗം തീർച്ചപ്പോൾ എന്ത് പറ്റിയെന്നും കൂടെ ഓർക്കണം. 3-ാം തട്ടയിലായിരുന്നു പ്രസംഗം. അപ്പോൾ ജനപ്പടിയെ ഇരുന്നും കൊണ്ട് ഒന്നാമത് പകരത്തെ ജോലിയൊക്കെ കഴിഞ്ഞൊക്കെ വന്നവരാണ്. പിന്നെ വിളക്കിൻ്റെ ചൂട് കാണും. പിന്നെ പൗലോസിൻ്റെ പ്രസംഗമായിരുന്നാലും നീണ്ടുപോയായിരുന്നു. ഉറങ്ങി ഒരുത്തർ കൊള്ളൂന്ന് താഴെ വീണു ചത്തു. അവനെ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് ജീവൻ കൊടുക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ അധികം നീട്ടിപ്പോയാലും അബദ്ധം പൗലോസായിരുന്നാലും സൂക്ഷിക്കേണ്ടതാണ്.
അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ പറയും അന്നത്തെ ആ പ്രസംഗം പറ്റിയില്ല എന്ന് പറയും. കാരണം ആ പ്രസംഗത്തിൻ്റെ അദ്ദേഹത്തെ ആ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ പൗലോസ് അപ്പോസ്തലനും തൻ്റെ ശുശ്രൂഷയുടെ മുഖ്യമായ കാര്യം വചന ശുശ്രൂഷ പ്രസംഗമായിരുന്നു. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ പ്രാധാന്യം നാം ഓർക്കുക. ഇനിയും പ്രസംഗം എങ്ങനെ നമുക്ക് ഒരുങ്ങാം എന്നുള്ളതിലേക്ക് ഞാൻ വരികയാണ്. പള്ളിയിലെ പ്രസംഗവുമുണ്ട്, മറ്റ് സമൂഹത്തിൽ ഉള്ള രംഗത്തുള്ള പുതിയമായിട്ടുള്ള വിഷയങ്ങൾ, സെക്കുലർ ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള പ്രസംഗമുണ്ട്. രണ്ട് വിധത്തിലാണ് നോക്കേണ്ടത്. പള്ളിയിലെ പ്രസംഗം, ആത്മീയമായ പ്രസംഗം എങ്കിൽ അത് എപ്പോഴും ദൈവവചനത്തെ അടിസ്ഥാനം ആക്കി ആയിരിക്കണം, തിരുവെഴുത്തിനെ ആധാരം ആക്കി ആയിരിക്കണം. കണ്ടതും കേട്ടതും പറയാനല്ല, പരാതി പറയാനല്ല. ദൈവവചനം അതിൻ്റെ പൊരുൾ തിരിക്കുവാൻ, അതിൻ്റെ ആശയം വ്യക്തമാക്കുവാൻ ദൈവവചനത്തിൽ നിന്നാണ് ആത്മീയമായ പ്രഭാഷണങ്ങൾ ഒക്കെയും ഉള്ളത്. അതുകൊണ്ട് ഈ പ്രസംഗകന് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അതിനുള്ള ഒരുക്കം എന്ന് പറയാം. ഞാൻ പറയും, 2 തരത്തിലുള്ള ഒരുക്കം ആവശ്യമുണ്ട്. ഒന്ന് റിമോട്ട് പ്രിപ്പറേഷനാണ്, അതായത് ജീവിതത്തിൽ കൂടി തന്നെ ഉള്ള ഒരു ഒരുക്കം. നല്ല ആത്മീയതയും നല്ല അതുപോലെ തന്നെ ആധ്യാത്മികമായിരിക്കുന്ന പരിശീലനങ്ങളും ജീവിതചര്യകളും നിഷ്ഠകളും ഒക്കെ പുലർത്താതെ പ്രസംഗിക്കാൻ മാത്രം നിന്നുകൊണ്ട് വിളമ്പി വിട്ടാലും അവൻ്റെ പ്രസംഗത്തിന് ഒരു പ്രയോജനവുമില്ല. അത് കാറ്റത്തേക്ക് പറന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് താങ്ക് യു. അവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുക്കം, ഒന്നാമത്തെ ഒരുക്കം ബൈ ലൈഫ്, പ്രിപ്പറേഷൻ ബൈ ലൈഫ്. ജീവിതത്തിൽ തന്നെ ഒരു ഒരുക്കം ഉണ്ടാവണം. എങ്ങനെ ആത്മീയമായിരിക്കുന്ന നിഷ്ഠയും പ്രാർത്ഥനാനുഭവവും ഒക്കെ കൂടെ കൈവരിച്ചിട്ട് ഉള്ള ഒന്നാണ്. അതല്ലാതെ പള്ളിയിലെ മറ്റൊന്നും അല്ലാതെ ഒരു വാചക കസരത്ത് നടത്തുന്നവർ അവർ പ്രസംഗിക്കാൻ കൂടുതൽ അത് പറ്റുന്നതല്ല. പ്രിപ്പറേഷൻ ബൈ ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ റിമോട്ട് പ്രിപ്പറേഷൻ ഉള്ളത് ബൈ റീഡിങ്, ധാരാളം വായിക്കണം. അത് പ്രസംഗത്തിന് വേണ്ടിയല്ല വായിക്കുന്നത്. നന്നായി വായിക്കുന്നവർക്ക് തക്കതായ സമയത്ത് ആശയങ്ങൾ ഓരോന്നും അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വായിക്കുമ്പോൾ നാം പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അത് കുറിച്ച് മറന്നു പോകാതിരിക്കാൻ. കാരണം നല്ല ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില കൊട്ടേഷൻ, അതുപോലെ ചില സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ചില കഥകൾ, ചില അനുഭവങ്ങൾ പലതും കൊണ്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അത് മുഴുവനായിട്ട് അങ്ങനെ എടുക്കാൻ ചുരുക്കമായിട്ടെങ്കിലും എഴുതി നമുക്കൊരു ബുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നത് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സഹായിക്കുന്നതായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുവാൻ, അത് ഒരു വിഷയാനുക്രമത്തിൽ വയ്ക്കാമെങ്കിൽ എഴുതാമെങ്കിൽ നന്നായിരിക്കും. ഉദാഹരണമായിട്ട് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിലൊരു ഒരു ടോപ്പിക്കായിട്ട് എടുക്കാമെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന പലതും വായിച്ചിട്ടുണ്ടാകും. അത് അവിടെ എല്ലാം എഴുതി വയ്ക്കാം, പിന്നീട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഏതായിരുന്നാലും വായനയില്ലാതെ, നല്ല വായന, പലപ്പാർന്ന വായനയില്ലാതെ ഒരു നല്ല വാഗ്മിയാകുവാൻ, നല്ല പ്രസംഗകനാകുവാൻ സാധിക്കില്ല. 1-2 പ്രസംഗമൊക്കെ ചെയ്യാം, പക്ഷെ പ്രസംഗത്തിൽ തുടർന്ന് നിൽക്കണം എങ്കിൽ, പിടിച്ചു നിൽക്കണം എങ്കിൽ പലപ്പാർന്ന വായന ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം. പിന്നെ ഇത് രണ്ടുമാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള റിമോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷനാണ്. ഒരു പ്രസംഗം നമുക്ക് ചെയ്യാനുണ്ട്, ആ പ്രസംഗ വിഷയവും നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നാം എങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങും എന്നുള്ളതാണ് നമുക്കിവിടെ ഓർക്കുവാനായിട്ടുള്ളത്. ഇപ്പോൾ പ്രസംഗ വിഷയം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദശാംശത്തെക്കുറിച്ച് ഒരു പ്രസംഗം എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ദശാംശത്തെക്കുറിച്ചാണ് നമുക്ക് പ്രസംഗിക്കേണ്ടത് പള്ളിയിൽ. അതിനുവേണ്ടി ചെയ്യുവാനുള്ളത് അത് സംബന്ധിക്കുന്ന ഭാഗങ്ങൾ ഒക്കെ കണ്ടുപിടിക്കണം വേദപുസ്തകത്തിൽ. അതിന് വിഷയാനുക്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഈ സിനോപ്സിസ് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ഈ ദശാംശം എന്ന് പറയുന്ന ആ വിഷയം എവിടെല്ലാം ഉണ്ട്. പഴയ നിയമത്തിൽ പല ഭാഗത്തുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് ദശാംശത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അപ്പൊ കർത്താവ് ദശാംശത്തെ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു വിദ്വാൻ ദൈവാലയത്തിൽ ചെന്നുകൊണ്ട് വീരം പഠിച്ച് ദൈവത്തോട് നേരിട്ട് പറയാ, ഞാൻ നേടുന്നതിലെല്ലാം ദശാംശം, അവസാനം നേടുന്നതിലൊക്കെ ദശാംശം കൊടുക്കുന്നു എന്നൊരു വീരൻ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞ് ഓർക്കുന്നു. ആരാണ്? ഒരു പരീക്ഷൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ദൈവാലയത്തിൽ ചെന്ന് വിരസി പഠിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ദശാംശം എന്നുള്ളതിനെ പറ്റി പഴയ നിയമത്തിലുള്ള പുതിയ നിയമം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആ വിഷയം നമ്മൾ എടുത്ത് പഠിക്കുന്നു. അതിനെപ്പറ്റി എവിടെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അടുക്കൊന്നുമില്ല. ജസ്റ്റ് റൈറ്റ് ഡൗൺ ഓൾ ദ പോയിന്റ്സ് യു ക്യാൻ ഗെറ്റ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കാമാവുന്ന പോയിന്റുകളെല്ലാം നാം എടുക്കുക. അപ്പോൾ ചിന്തിക്കാം, ഇതിനെപ്പറ്റി വല്ല ഉദാഹരണം വല്ലതും പറ്റുന്നുണ്ടോ? ദശാംശം കൊടുത്ത വീരന്മാരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ദശാംശത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് അതും എല്ലാം അവിടെ എഴുതി വയ്ക്കുക. ഇത് ഒരു പ്രിപ്പറേഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ കാര്യം, ഇത് ആ വിഷയത്തെ സംബന്ധിക്കുന്ന എല്ലാം വായിച്ച നോട്ട് നമ്മൾ കുറിച്ച് വയ്ക്കുന്നു. പിന്നത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ അതൊന്ന് അടുക്കി വയ്ക്കുവാൻ ആയിട്ടുള്ളതാണ്. ഒരു ക്രമം അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കാം. ചിലതൊന്നും നമുക്ക് വേണ്ടാത്തതായിരിക്കും, അതങ്ങ് വിട്ടേക്കണം. ഇപ്പൊ എൻ്റെ പ്രസംഗത്തിന്, ഇപ്പോഴത്തെ പ്രസംഗത്തിന് 10 മിനിറ്റ് പ്രസംഗത്തിന് ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുക മാത്രമാണ്. ആ എഴുതി വെച്ചതെല്ലാം പ്രസംഗിക്കാനല്ല, അതിൽ നിന്ന് പ്രസക്തമായിരിക്കുന്നത്, അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിന് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന് വേണ്ടിയുള്ള മാറ്റർ അതിൽ നിന്ന് പ്രത്യേകം നാം ചൂസ് ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ ആ പ്രസംഗത്തിന് ഒരു ഘടന നമ്മൾ വരുത്തണം. There should be a structure for these sermon. എന്താ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ ഒരു ഇൻട്രഡക്ഷൻ, നല്ല ഒരു ആമുഖം ഉണ്ടായിരിക്കണം. ആമുഖത്തെ പറ്റി പറയുമ്പോൾ അതിൽ കൂടിയാ നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അത് ഈ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾക്ക് നല്ല ഒരു എക്സാമ്പിളാണ്. നോക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ അദ്ദേഹം പ്രസംഗിക്കുക. പ്രസംഗത്തിൻ്റെ എങ്ങനെ തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇവിടെ പ്രത്യേകിച്ചും ഓർക്കേണ്ട കാര്യമാണ്. എവിടെ ചെന്നാ പ്രസംഗിക്കുന്നത്? ആഥൻസിലാണ്. ആഥൻസ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ, വിദ്വാൻമാരുടെ, ഫിലോസഫേഴ്സിന്റെ ഒക്കെ വലിയ പ്രവർത്തന കേന്ദ്രമാണ്. അവിടെയാണ് പ്രസംഗിക്കുന്നത്. അതേ സമയത്ത് പുറജാതി മതങ്ങളുടെ വലിയ കേന്ദ്രവുമാണ്. എവിടെ നോക്കിയാലും വിഗ്രഹങ്ങൾ, എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് എങ്ങനെ തുടങ്ങും എന്ന് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ അവിടെ പ്രസംഗിക്കുകയാണ്. ഇത് 17-ാമത്തെ ആഴ്ച. പൗലോസ് പ്രസംഗിക്കുന്നത് തുടങ്ങുകയാണ്. 18-ാമത്തെ പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് 22-ാമത്തെ വാക്യം, അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് കേൾക്കണം. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാത്തിനും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. കേട്ടിരിക്കുന്നവർക്ക് എത്ര വലിയ സന്തോഷമായിരിക്കും അവരെ ഒന്ന് പ്രശംസിച്ച് പറയുന്നത്.
അവരെ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് പല അച്ഛന്മാരും ഞാനായിരുന്നു ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവഴിയൊക്കെ വന്നപ്പോൾ ഇത്രയും നിങ്ങൾ മൂഢാചാരത്തിൽ കഴിയുന്നവരാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നോക്കിയിട്ടും ബിംബം, ഇവിടെ നോക്കിയിട്ടും ബിംബം, ഈ വിധത്തിൽ ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത് എനിക്ക് വളരെ ഖേദമുണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തുടങ്ങിയതിന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട്, അവരുടെ ദോഷം എന്തെങ്കിലുമുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചുകൊണ്ട് ആയിരിക്കും തുടങ്ങുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തുടങ്ങി അവരുടെ നല്ല പോയിന്റ് എന്തുകൊണ്ട്, പ്ലസ് പോയിന്റ് എന്തുകൊണ്ട്, അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് പിടിച്ചു പറ്റുവാൻ, അവർക്ക് താല്പര്യം ഉണർത്തുവാൻ, അവർക്ക് താല്പര്യം ഉണർത്തുവാൻ എന്നിട്ട് പറഞ്ഞു കേൾക്കുക. അതേ പുരുഷന്മാരെ, നിങ്ങളെല്ലാവരും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. നിങ്ങൾ ആയിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനും, ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വേദിക്ക് ഒരു ബിംബമുണ്ട്, അപ്പുറത്തും ഒന്നുമുണ്ട്, ഇത്രയും ബിംബങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്നവരാണ് നിങ്ങളെന്നുള്ളത് ഞാൻ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് എന്ന് പറഞ്ഞായിരിക്കാം നമ്മൾ പലരും തുടങ്ങുന്നത്. പൗലോസ് അപ്പോസ്തലൻ പ്ലസ് പോയിന്റാണ് കാണുന്നത്. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് കേൾക്കുക. നിങ്ങൾ അതിഭക്തന്മാർ, പിന്നെ ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എത്ര കൃത്യമാണ്! നിങ്ങൾ ഏതോ ഒരു അജ്ഞാത ദേവന് നിങ്ങൾ പൂജിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരു ദേവന്. എന്താ അർത്ഥം എന്നറിയാമോ? അതും കൂടി ഞാൻ വിശദീകരിക്കാം. ഓരോ ദേവനും ഓരോ ഡിപ്പാർട്ട്മെന്റാണ്. കൃഷിയുടെ ദേവനുണ്ട്, അപ്പൊ ആ ദേവന് വേണ്ടി ഒരു വേദിക്കല്ല്. കച്ചവടത്തിന്റെ ദേവനുണ്ട്, അതിനുവേണ്ടി വേദിക്കല്ല്, ബിംബം. ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് ഐശ്വര്യത്തിന് ആരാ? ലക്ഷ്മി. വിദ്യാഭ്യാസം വേണം, അതിനാരാ? സരസ്വതി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ദേവന എന്നതുപോലെ അവർക്കുമുണ്ട് ഓരോ ദേവൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ ദേവന്മാരും വേദിക്കല്ലുണ്ട്. ഇനി ഏതെങ്കിലും ദേവൻ അറിയാത്തതായിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ കോപം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഇത് ആ പുള്ളിക്ക് ആൾക്ക് ടു ദി അൺനോൺ ഗോഡ്, അറിയപ്പെടാത്ത ദൈവം ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാം ഉണ്ട് ദേവന്മാർ, അവർക്കെല്ലാം വേദിക്കലും ഉണ്ട്. എന്നിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ബിംബാരാധനയുടെ എത്രമാത്രം വൈകല്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അപ്പോസ്തലൻ തുടങ്ങിയത് എങ്ങനെയാ? നിങ്ങൾ ഒരു അജ്ഞാത ദേവനെ ആരാധിക്കുന്നുണ്ടല്ലോ, ആ ദേവനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാരാ അജ്ഞാത ദേവൻ? യേശു ക്രിസ്തുവാണ്. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് കൃത്യമായി തോന്നത്തക്ക വിധത്തിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ആ ഒരു വിധത്തിൽ ആ ഇൻട്രൊഡക്ഷൻ വരുത്തുക എന്നുള്ളത് പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഴിവാണ്. നല്ല തുടക്കം എന്നുള്ളത് നമ്മൾ പറയുന്നത് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. അത് നന്നായി തുടങ്ങുക. അത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഈ പുള്ളി പറയുന്നത് കേൾക്കണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നും. അതുപോലെ ഒരു നല്ല തുടക്കം, ഇൻട്രൊഡക്ഷൻ, അതെങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ പല വിധത്തിൽ ആകാം. സമകാലീന സംഭവങ്ങൾ ഏതെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമുക്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് അപ്പോൾ ശ്രദ്ധയെല്ലാം അങ്ങോട്ട് വന്നു ഇതിനോട് യോജിക്കും എങ്കിൽ നമ്മുടെ വിഷയത്തോട്. അപ്പൊ അതിനോട് യോജിക്കുന്ന സമകാലീന സംഭവങ്ങളിൽ നിന്നെടുക്കാം. കുറിച്ചി പള്ളി വന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത്, കുറിച്ചിക്കാർക്ക് പ്രസക്തമായിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഉണ്ട് എങ്കിൽ അത് ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നുവെങ്കിൽ കുറിച്ചിക്കാരുടെ സ്വന്തം മുഴുവൻ ഇങ്ങോട്ടാവും. കേരള ജോഷുവാച്ചൻ വന്ന് ഞങ്ങളെ പറ്റി പറയും, ഞങ്ങളുടെ ദേശത്തെ പറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞ ഇൻട്രഡക്ഷൻ ഷുഡ് ബി, എന്തിനാ ഇൻട്രഡക്ഷൻ? അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ നമ്മിലേക്ക് വരുവാൻ തക്കവണ്ണം
ഉള്ളതായിരിക്കണം. സോ ദർ ഷുഡ് ബി എ ഗുഡ് ഇൻട്രഡക്ഷൻ. ആ ഇൻട്രഡക്ഷൻ എന്തായിരിക്കണം എന്നുള്ളത് നല്ലവണ്ണം ചിന്തിക്കണം. അത് ഇറ്റ് ഷുഡ് ബി ബ്രീഫ്. 10 മിനിറ്റ് പ്രസംഗിക്കാനുള്ള സമയമേ ഉള്ളൂവെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ ഇൻട്രഡക്ഷൻ ആവരുത്. ഇൻട്രഡക്ഷൻ നീണ്ടുപോയാൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. ഇല നിരത്തി പിന്നെ ഓരോന്ന് കൊണ്ടിട്ടു, അവിടെ ഇച്ചിരി ഉപ്പ് കൊണ്ടിട്ടു, അത് കഴിഞ്ഞ് കൊണ്ടൊരു മാങ്ങാ ചമ്മന്തി വെച്ചു, അത് കഴിഞ്ഞ് മറ്റൊന്ന് വെച്ചു, പിന്നെ ഇങ്ങനെ ഓരോന്ന് വെച്ചിരിക്കുക. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് വെച്ചു. നമുക്ക് നോക്കിയിരിക്കാം, ചോറൊന്ന് കിട്ടിയിട്ട് വേണം കഴിക്കാൻ. ഇത് ഇത്രയും വെച്ചുകൊണ്ടിരിക്കണം. ഈ പലവും ഇങ്ങോട്ട് വിളമ്പ എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ അതുമൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ പറയാനുള്ളതിലേക്ക് വരികയുമില്ല, അത് അസ്ഥാനത്തായി പോകും. സോ ഇറ്റ് ഷുഡ് ബി ബ്രീഫ്. വൺ പ്രിൻസിപ്പിൾ, ഇൻട്രഡക്ഷൻ ഷുഡ് ബി ബ്രീഫ്. അത് ഇറ്റ് ഷുഡ് ബി കാച്ചിങ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ്. ആ വിഷയത്തോട് ബന്ധപ്പെട്ടതുമായിരിക്കണം. അത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രസംഗം ഒരുങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാണ് തുടങ്ങേണ്ടത്, ഫസ്റ്റ് സെന്റൻസ് എന്തായിരിക്കണം എന്ന് വരെ ഓർത്ത് നന്നായിട്ട് അതിന് ചിന്ത കൊടുത്ത് വേണം ഒരുങ്ങേണ്ടത്. ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഈ പോയിന്റുകളെല്ലാം കൂടെ ഞാൻ വെച്ചിട്ട് പ്രസംഗം ഒരുക്കുമ്പോൾ ഇൻട്രഡക്ഷൻ ഇന്നതായിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. പിന്നെ പ്രസംഗത്തിൻ്റെ ബോഡിയാണ്. അതിൽ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഗാത്രം, മെയിൻ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് 2 or 3 ആയിട്ടൊന്ന് വിഭജിച്ചിരിക്കണം. ഒറ്റ പോയിന്റായിട്ട് മാത്രമായിരുന്നാലും മതി, ഒന്നേ പറയുന്നുള്ളൂ എങ്കിൽ. പക്ഷേ അത് പലപ്പോഴും നമുക്കറിയാം, ഒന്ന് വിഭജിച്ച് 2 or 3 പോയിന്റുകളായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മെത്തഡിസ്റ്റുകാർക്ക് ഒരു പ്രിൻസിപ്പിളുണ്ട്, 3 point sermon എന്നവർ പറയും. ഇത് തന്നെ ജെസൂട്ടുകാരെ പറ്റിയും കളിയാക്കി പറയാറുണ്ട്. ജെസൂട്ട് ഫാദേഴ്സ് അവരുടെ പ്രസംഗം 3 pointed sermons എന്ന്. നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസിന് മേൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ അദ്ദേഹവും 3 points എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന രീതിയാണ്. ഞാൻ ചിലപ്പോഴും 3 points എന്ന് പറഞ്ഞപ്പോൾ ഏതായിരുന്നാലും ആ പ്രസംഗത്തിന് ആ മെയിൻ ബോഡിയിൽ 2 or 3 ആയിട്ട് വിഭജിക്കാം. ആ പോയിന്റുകൾ 3 തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകണം. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അല്ലെങ്കിൽ 3 കൂടി ഒരു ഞെട്ടിൽ കിടക്കുന്നത് പോലെ. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ മെയിൻ ബോഡിയിൽ ആ പ്രസംഗം എൻ്റെ വിഷയം എന്താണ്? ദശാംശമാണ് നമ്മുടെ വിഷയം, ഇല്ലേ? ദശാംശത്തിന് പറ്റിയ ഒരു ഇൻട്രഡക്ഷൻ എന്തായിരിക്കണം? ദശാംശം കൊടുത്ത ആരെ പറ്റി എങ്കിലും അറിയാൻ നോക്കും എങ്കിൽ, അല്ലെങ്കിൽ ദശാംശത്തെ പറ്റി നല്ല ഒരു സംഭവം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതായിരുന്നാലും അത് കഴിഞ്ഞിട്ട് ദശാംശം എന്നാൽ അത് സബ്ജക്റ്റിനെ പറ്റി ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങൾ ചോദിക്കുക, അതെന്താണ്, അത് എന്തിനാണ്, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നിങ്ങനെ പല ചോദ്യങ്ങൾ നാം ആ വിഷയത്തോട് ചോദിക്കുമ്പോൾ നമുക്കതിന് ആ വിഷയം തിരിക്കുവാൻ സാധിക്കും. ദശാംശം എന്നാൽ എന്ത്, അതിൻ്റെ ഉത്ഭവം എവിടെ, ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. എന്ന് മുതൽ ഇതിൻ്റെ ഉത്ഭവം, ഇതാര് തുടങ്ങി, എന്തിനു വേണ്ടി ഇത്, പിന്നെ ഇതിൻ്റെ പ്രയോജനം എന്ത്, ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് ആ ബോഡിയിൽ ആവശ്യത്തിനുള്ളതായ മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെയിൻ ബോഡി എന്നുള്ളത്. അതെപ്പോഴും ഒരു 3 point അല്ലെങ്കിൽ 1 point ആയിരുന്നാലും മതി. അത് ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് കാട് കയറി പോകരുത്. ഈ വിഷയത്തോട് മാത്രം ബന്ധപ്പെട്ടതേ ആകാവുള്ളൂ. 3ാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് കൺക്ലൂഷൻ. സോ ഇൻട്രഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ആ കൺക്ലൂഷൻ നല്ല ഒരു സമാപനമായിട്ട് വരുത്തത്തക്ക വേണം. ഒന്നുകിൽ അതൊന്ന് പറഞ്ഞതിനെ ഒന്ന് സമപ്പ് ചെയ്തുകൊണ്ട് ചിലത് സമാപിപ്പിക്കും. മറ്റു ചിലര് നല്ലൊരു കഥ പറഞ്ഞ് ആ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെടുത്തി ആകാം. അല്ലെങ്കിൽ നല്ല ഒരു തീരുമാനമെടുക്കുവാൻ തക്കണം അവരെ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവം നൽകിക്കൊണ്ട് അത് സമാഹരിക്കാം. ആകയാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാകാം. ഏതായിരുന്നാലും ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം.